നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. നാളെ മുതൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ശനിയാഴ്ച തന്നെ ഈ നിലവിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 200, 300, 500 എന്നിങ്ങനെയാണ് ധനസഹായങ്ങൾ പലർക്കും ലഭിക്കാനുള്ളത്. 8.5 ലക്ഷത്തോളം പേർക്കാണ് ധനസഹായങ്ങൾ കിട്ടാനുള്ളത്. അതായത് നിലവിൽ BPL അല്ലെങ്കിൽ എ റേഷൻ കാർഡുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ പോലുള്ള ആനുകൂല്യം വാങ്ങുന്നവർ. അപ്പോൾ ഈ പദ്ധതിയിലേക്ക് അവരുടെ മുൻഗണന റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ അവരുടെ പ്രായം, ഇതെല്ലാം തന്നെ പരിഗണിച്ചാണ് ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം NSAP എന്ന് പറയുന്ന ഒരു സ്കീമിന് കീഴിൽ ഇവരെ ചേർത്താണ് കേന്ദ്ര സർക്കാർ പ്രത്യേകമായിട്ട് ഇവർക്ക് പെൻഷൻ നൽകി വരുന്നത്. അപ്പോൾ ധനസഹായ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ തുക കൂടി ലഭിക്കുന്നതോടെ നമ്മളുടെ പെൻഷൻ 2000 രൂപയിലേക്ക് എത്തിച്ചേരും. ബാക്കി നമ്മുടെ സംസ്ഥാനത്ത് APL റേഷൻ കാർഡൊക്കെ ഉള്ള ഗുണഭോക്താക്കൾക്കൊക്കെ 2000 രൂപ തന്നെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ആധാർ കാർഡിൻ്റെ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിദ്യാർത്ഥികളാണ് നിർബന്ധിത പുതുക്കൽ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ നടത്തേണ്ടത്. 5-ാം വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ളവർ, അതോടൊപ്പം തന്നെ 15 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർ. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രായപരിധിയിൽ ഉൾപ്പെടുന്നവർ തീർച്ചയായിട്ടും ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ ചെയ്യണം. ഇത് സൗജന്യമാണ്. ഇത് ചെയ്തില്ല എങ്കിൽ വിദ്യാർത്ഥികളുടെ വിവിധ ഡോക്യുമെൻറ്റിന് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ എൻട്രൻസ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള സമയത്തും, അതോടൊപ്പം തന്നെ 15 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള സമയത്തും, ഈ 2 സമയത്തും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് തീർച്ചയായിട്ടും ചെയ്യുക തന്നെ വേണം. അപ്പോൾ അക്ഷയ സെൻറ്ററുകൾ, ആധാർ സേവാ കേന്ദ്രങ്ങൾ, ഈ 2 സ്ഥാപനങ്ങൾ മുഖാന്തരം മാത്രമാണ് ഇത്തരത്തിലുള്ള അപ്ഡേഷൻ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത് ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇത് ചെയ്യാത്ത പക്ഷം ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടത് ശേഷം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ പ്രധാന അറിയിപ്പായിട്ട് ഇത് വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ സ്വീകരിക്കുകയും ചെയ്യണം. നിലവിൽ ഈ ഒരു പ്രായപരിധിയിൽ എപ്പോഴെങ്കിലും ഇത് പുതുക്കിയിട്ടുണ്ടെങ്കിൽ ഇനി പുതുക്കേണ്ട ആവശ്യമില്ല. പുതുക്കിയിട്ടില്ല എങ്കിൽ, അതായത് ആധാർ ബയോമെട്രിക് ഉൾപ്പെടെ കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുക തന്നെ വേണ്ടതാണ്. പല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഇപ്പോൾ വിദ്യാർത്ഥികളെ പറഞ്ഞു വിടുന്ന സാഹചര്യമുണ്ട് ഇത് ചെയ്യിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കർഷകർക്ക് സബ്സിഡി നിരക്കിൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള, അതായത് ജലസേചന സംവിധാനങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക ധനസഹായം നൽകുന്ന പദ്ധതികളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത്, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ പോലുള്ള പല സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് നമുക്ക് ധനസഹായത്തിനുൾപ്പെടെയുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക. നമുക്ക് കൃഷിസ്ഥലമുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരം സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി 85% വരെയൊക്കെ സബ്സിഡി ലഭിക്കുന്ന സ്കീമുകളാണിവ. പരമാവധി ലഭിക്കുന്ന സബ്സിഡിയൊക്കെയാണിത്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു സഹായം നമ്മൾ പാഴാക്കാതിരിക്കുക. ഗുണഭോക്താവിൻ്റെ കയ്യിൽ കുറച്ചെങ്കിലുമൊക്കെ തുകയുണ്ടെങ്കിൽ ബാക്കി തുക കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരൊക്കെ ഇത്തരത്തിൽ വിവിധ പദ്ധതികൾക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ബജറ്റിൽ വകയിരുത്തുന്ന തുകയാണ്. ആനുകൂല്യങ്ങൾ നിരസിക്കാതിരിക്കുക. സ്വന്തമായിട്ട് കൃഷിസ്ഥലവും അതോടൊപ്പം ജലസേചന സംവിധാനം നിലവിലുണ്ടെങ്കിൽ അതിന് ഇത്തരത്തിൽ വിവിധ സംവിധാനങ്ങൾ ക്രമീകരിച്ച് നമ്മുടെ കൃഷിയിടത്തിൽ ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങൾക്കുമുള്ള സപ്പോർട്ടാണ് ഇവിടെ നൽകുന്നത്. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.